നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. നമ്മുടെ സ്കിന്നിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് ഈ മറുകുകളും കാക്കപ്പുള്ളികളും അല്ലേ. ജനിക്കുന്ന സമയത്തോ അല്ല അതിന് ശേഷമോ നമ്മുടെ ശരീരത്തിൽ ഇവ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ ഇതിനെ ബർത്ത് മാർക്സ് അല്ലെങ്കിൽ മോൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് നമ്മൾ ഇവയാണ് എഴുതി ചേർക്കാറുള്ളത്. ചില ആളുകൾക്ക് ലിപ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കവിളിലോ ഒരു കുഞ്ഞു മറുകോ അല്ലെങ്കിൽ കുഞ്ഞു കാക്കപ്പുള്ളിയൊക്കെ കാണുന്നത് അവരുടെ ആ ഒരു എന്താ പറയേണ്ട ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഭംഗി കൂട്ടുന്നത് പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ചില ആളുകൾക്ക് അത് കണ്ണിൻ്റെ അവിടെ കുറച്ച് വലുതായിട്ടോ അല്ലെങ്കിൽ വിത്ത് ഹെയർ ഫോളിക്കിൾസ് ഒക്കെ കാണുന്നത്, ലിപ്സിൻ്റെ അവിടെയൊക്കെ കാണുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് കുറക്കുന്നത് പോലെയോ അവർക്ക് അത്ര സുഖകരമല്ലാത്തൊരു അവസ്ഥയും ഈ മറുകുകൾ സൃഷ്ടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മറുകുകളെ കുറിച്ചിട്ടും കാക്കപ്പുള്ളികളെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ യൂട്യൂബിലും അങ്ങനെയായിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. 7 ദിവസം കൊണ്ട് മറുകുകളെ മാറ്റാനുള്ള പൊടിക്കൈകളും ടിപ്സ് ആൻഡ് ട്രിക്സ്, കാക്കപ്പുള്ളികൾ മാറ്റാം, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് കാണാനിടയുണ്ടായി. അപ്പോൾ തോന്നി അത്ര അധികം ഡീറ്റെയിൽഡ് അല്ലെങ്കിലും ഒരു മറുകുകളെ കുറിച്ചിട്ടും കാക്കപ്പുള്ളികളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എന്താണ് ഈ മറുകുകൾ അല്ലെങ്കിൽ കാക്കപ്പുള്ളികൾ? മറുകുകളും കാക്കപ്പുള്ളികളും കാണാനൊക്കെ വ്യത്യസ്തമാണ്. രണ്ടും നമ്മുടെ സ്വാഭാവിക സ്കിന്നിലെ നിറത്തിനേക്കാളും ഒന്ന് ഡാർക്കായിട്ട്, അതായത് ബ്രൗണിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇരുണ്ടിട്ടോ ബ്ലാക്കിഷ് ആയിട്ടോ കണ്ടുവരുന്നതാണ്. നോർമൽ സ്കിന്നിനേക്കാളും ഒന്ന് പരുപരുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉയർന്നിട്ടോ വിത്ത് ഹെയർ ഫോളിക്കിൾസോ അല്ലെങ്കിൽ വിത്തൗട്ട് ഹെയർ ഫോളിക്കിൾസോ കണ്ടുവരുന്ന നിരുപദ്രവകാരികളായിട്ടുള്ളവയാണ് ഈ മറുകൾ. അപ്പോൾ നമ്മുടെ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇവ പ്രത്യക്ഷപ്പെടാം. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും മറുകുകൾ പ്രത്യക്ഷപ്പെടാം. ഒരാളുടെ ശരീരത്തിൽ 10 മുതൽ 40 വരെ മറുകുകൾ ഉണ്ടാവുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല. നോർമലി ഒരാളുടെ ശരീരത്തിൽ 10ഓ 40ന് അകത്ത് മറുകുകൾ കണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇവ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ കാലക്രമേണ ഇവ പ്രത്യക്ഷമാവുകയോ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ മറുകുകൾ ഉണ്ടാവുന്നത്? എന്താണ് ഇതിൻ്റെ റീസൺ? നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക നിറം നൽകുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് അല്ലേ. നമ്മുടെ സ്കിന്നിന് നിറം നൽകാനും സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അങ്ങനെ കുറേ ഫംഗ്ഷൻ ഉള്ളതാണ് ഈ മെലാനിൻ പിഗ്മെൻറ്റിന്. അപ്പോൾ മെലാനിൻ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഈ മെലാനോസൈറ്റ്സ് ഈവൺ ആയിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ മെലാനോസൈറ്റ്സ് ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കും, അതായത് അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ മെലാനിൻ കൂടുകയും അത് നമ്മുടെ തൊലിപ്പുറത്ത് മറുകുകളായിട്ടും കാക്കപ്പുള്ളികളായിട്ടും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് കെരാറ്റിനൈസേഷൻ സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നോർമൽ സ്കിന്നിനേക്കാളും പരുപരുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉയർന്നിട്ടോ കണ്ടുവരുന്നുണ്ട്. ചില മറുകുകളുടെ മുകളിൽ നമ്മൾ ഹെയർ ഫോളിക്കിൾസ്, അതായത് രോമങ്ങൾ വളർന്നു നിൽക്കുന്നതുണ്ട്. അപ്പോൾ നിരുപദ്രവകാരികളായ ഇവയാണ് നമ്മൾ മറുകുകൾ അല്ലെങ്കിൽ കാക്കപ്പുള്ളികൾ എന്ന് വിളിക്കുന്നത്. പൊതുവെ നിരുപദ്രവകാരികളാണെങ്കിലും ചില മെലാനോമ പോലുള്ള സ്കിൻ ക്യാൻസർ കണ്ടീഷനിൽ ലക്ഷണമായിട്ടും ഈ മറുകുകൾ പ്രത്യക്ഷപ്പെടാം. പൊതുവെ നമ്മുടെ ഏഷ്യൻ വംശജരിൽ മെലാനോമ അത്ര സാധാരണ രീതിയിൽ കണ്ടുവരുന്നില്ലെങ്കിലും നമ്മുടെ ദേഹത്തുണ്ടാവുന്ന മറുകുകൾ അല്ലെങ്കിൽ കാക്കപ്പുള്ളികൾക്ക് എന്തെങ്കിലും രൂപാന്തരം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ, ഒരു തടിതടിപ്പോ ചൊറിച്ചിലോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞാനിവിടെ പറഞ്ഞു പോവാം. ABCDE നമുക്ക് അങ്ങനെ നോക്കാം. എ എന്ന് വെച്ചാൽ എസിമെട്രി, അതായത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന മറുകിന് ഒരു സിമെട്രി ഉണ്ടാവണം, അതായത് അത് ഈവൺ ആയിരിക്കണം. അതിൻ്റെ 2 ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഇരിക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് ഒരു ഭാഗം സോഫ്റ്റും ഒരു ഭാഗം കുറച്ച് തടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം പരുപരുത്തിട്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ബി, അതായത് ബോർഡർ. നമ്മുടെ മറുകിന് ഒരു കൃത്യമായിട്ടൊരു ബോർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബോർഡറിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ മറുകിൻ്റെ ബോർഡർ ഒന്ന് ഫേഡ് ആവുകയോ അല്ലെങ്കിൽ അതിന് കട്ടി കൂടുകയോ അല്ലെങ്കിൽ അതൊന്ന് ഉയർന്നു നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ ആ മറുകുകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേതായിട്ട് സി കളർ. ഓക്കെ,
നമ്മുടെ മറുക് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒന്നെങ്കിൽ ബ്രൗണിഷ് കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറായിരിക്കും അല്ലേ. അപ്പോൾ ഈ കളറുള്ള ഈ മറുകിന് ചിലപ്പോൾ ഒരു ഗ്രീനിഷ് ടിഞ്ച് വരികയോ, അല്ലെങ്കിൽ അത് റെഡ് സ്പോട്ട് അതിൽ വരികയോ, അല്ലെങ്കിൽ പച്ച കളറിലുള്ളൊരു സ്പോട്ട് വരികയോ, അല്ലെങ്കിൽ മറുകിൻ്റെ തന്നെ ഒരു ഭാഗം പച്ച കളറ് അല്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് ബ്ലാക്കിഷ് ഡാർക്ക് കളർ, അങ്ങനെ എന്തെങ്കിലും നിറത്തിലുള്ള വ്യത്യാസം വരികയാണെങ്കിലും നമ്മൾ ആ മറുകുകൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം അല്ലേ. മറുകുകൾ സാധാരണയായിട്ട് കുഞ്ഞതോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു നമ്മുടെ ഇറേസറിൻ്റെ അത്രയും വലിപ്പത്തിലൊക്കെ നമ്മൾ മറുകുകൾ കണ്ടുവരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയ മറുകുകളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മറുകുകൾ കാലക്രമേണ വലിപ്പം വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ വരുന്നത് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഈ മറുകുകളിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള രൂപാന്തരങ്ങൾ, അതായത് ചേഞ്ചസ്, ഒന്നെങ്കിൽ കളറിലാവാം, ടെക്സ്ചറിലാവാം, അല്ലെങ്കിൽ അതെങ്കിൽ വലിപ്പത്തിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പരുപരുപ്പോ അല്ലെങ്കിൽ ചൊറിച്ചിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വേദനയോ ഊസിങ്ങോ പഴുപ്പോ അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നതോ, അങ്ങനെ എന്ത് രീതിയിലുള്ള വ്യത്യാസങ്ങളും നമ്മളെ മറുകുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ കണ്ട് ആവശ്യമായ അഡ്വൈസ് സ്വീകരിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മറുകുകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. പിന്നെ മറുകുകൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മറുകുകൾ നമ്മുടെ അത് വരുന്നതും പോകുന്നതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ചില മറുകുകൾ നമുക്ക് അത്രയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറക്കുകയാണ്, നമ്മുടെ എന്താണ് പുറമേ കാണുന്ന ആ ഒരു സൗന്ദര്യത്തിന് എന്താണ് ഒരു കോട്ടമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറുകുകൾ റിമൂവ് ചെയ്യാനുള്ള പല ടെക്നിക്സും ഇന്ന് അവൈലബിൾ ആണ്. ലേസർ പോലുള്ള പല ടെക്നിക്സും ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മറുകുകളൊക്കെ നീക്കം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ദയവായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോവുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ അത് റിമൂവ് ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും സ്വയം ചികിത്സ ചെയ്യാൻ പാടില്ല. സ്വയം ചികിത്സ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഈ മറുകുകൾ നിരുപദ്രവകാരികളാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ എന്തൊക്കെയോ പൊടിക്കൈകൾ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസിൽ ചില ആളുകൾ ചെറുനാരങ്ങ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, ചില ആളുകൾ ആപ്പിൾ സിഡർ വിനെഗർ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, ചില ആളുകൾ ബേക്കിംഗ് സോഡ, ചില ആളുകൾ കരിച്ചെടുക്കാൻ പറയുന്നുണ്ട്, ചില ആളുകൾ അത് സ്ക്രാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടെക്നിക്സും പൊടിക്കൈകളും പറയുന്നുണ്ട്. അപ്പോൾ ഈ നിരുപദ്രവകാരികളായ മറുകുകളെ നമ്മൾ ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പുറമേ നിന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണമല്ലേ. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഏതൊരു സെല്ലിനെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിരുപദ്രവകാരികളായ ചിലവ ഉപദ്രവകാരികളായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട് നമ്മളെ ബോഡിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ മറുകുകളെ മാന്തുകയോ സ്ക്രാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കരിക്കുകയോ അങ്ങനെ യാതൊരുവിധ ടെക്നിക്സും നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ നമുക്കത് മാറ്റണം എന്ന് എന്തെങ്കിലും അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അപ്രോച്ച് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഓക്കെ. അപ്പോൾ മറുകുകളെക്കുറിച്ചും കാക്കപ്പുള്ളികളെക്കുറിച്ചിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.